അല്ല, ഒരു വിമുഖതയല്ലായിരുന്നു. നമുക്ക് പിന്നെ പത്രങ്ങളിലുണ്ടായിരുന്നത് 6-ാം തീയതി 5-6 അല്ലേ, 5-6 എന്നുള്ള നിലയിലാണ് നേരത്തെ കണ്ടിരുന്നത്. അത് പെട്ടെന്ന് മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു 7-7:30 മണിയോടുകൂടി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചു. അതിനൊരു പിന്നെ പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല. മറ്റാരെക്കാളും ഗവൺമെന്റിന് താല്പര്യമുള്ള വിഷയം തന്നെയാണ് ഈ ദിനം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ആഘോഷിക്കുന്നതിന് വേണ്ടി അവധി കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അവധി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അവധി കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് കയറുന്ന നിർത്താടേണ്ട ഒരു കാര്യമില്ല. ശനിയാഴ്ചയുടെ പൊതുവധി പ്രഖ്യാപിച്ചത് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വളരെ വൈകി ആണ്, രാത്രിയോട് കൂടിയാണ് തീരുമാനം വന്നത്. അത് ഇവരൊക്കെ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏതാണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരാജയം ഇപ്പം ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ പരാജയം അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്തംവിട്ട പ്രതി എന്തും ചെയ്യുന്ന മട്ടിൽ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പെരുന്നാൾ അവധിയും ആയുധമാവുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഒട്ടും പക്വതയില്ലാതെയാണ്. മലബാറിൽ പെരുന്നാൾ എന്നത് ആഘോഷമാണ്. ഇത് സാധാരണക്കാരെ ബാധിക്കുമെന്നുള്ള സമ്മർദ്ദം ശരിവെച്ച് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഇന്ന് നോമ്പെടുത്താണ് നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് സമ്മർദ്ദം ശക്തമായത്. കൂടാതെ സ്വന്തം നാടുകളിൽ പോകുന്നവർക്കും മറ്റുള്ളവർക്കും അവധി ഒരു പ്രതിസന്ധിയായി മാറി. ഇപ്പോൾ 3 ദിവസം തുടർച്ചയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുന്നു. സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയില്ല. സ്ഥാനാർത്ഥികളടക്കം പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 8 ദിവസം മുമ്പ് തന്നെ പെരുന്നാൾ ശനിയാഴ്ചയാണെന്ന് അറിഞ്ഞിട്ടും ചർച്ചകളില്ലാതെ അലംഭാവ മനോഭാവമാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം. ഇന്നലെ രാത്രിയോടെയാണ് സ്കൂളുകളുടെ അവധി പ്രഖ്യാപിച്ചതും. തീർത്തും ഗവൺമെന്റിന്റെ ഒരു തെറ്റായ നടപടിയാണ്. ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ 5-ാം തീയതി തന്നെ തിരുവനന്തപുരം ഭാഗത്തുനിന്നുള്ളവർ ഇങ്ങോട്ടും ഈ ഭാഗത്തുനിന്നുള്ളവർ അങ്ങോട്ടും ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അവധി പ്രഖ്യാപിക്കാത്തതിലെ വിവാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശം പിണറായിയെ ന്യായീകരിക്കുകയാണ് സഖാക്കൾ. മലപ്പുറത്തെ മതവുമായി ബന്ധപ്പെടുത്തുകയാണെന്ന് എ വിജയരാഘവൻ പ്രതികരിച്ചിട്ടുള്ളത്. അവധി വിവാദമായതോടെ വോട്ട് ബാങ്കിൽ പേടി വന്ന രാഷ്ട്രീയ പോര് നിലമ്പൂരിൽ ശക്തമാവുകയാണ്. ഇപ്പോൾ BJPയും രംഗത്ത് വന്നതോടെ അവധി നിലമ്പൂരിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് തന്ത്രമായി മാറി. ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചു ഇങ്ങനെ പെരുമാറിയതിനെ നേതാക്കൾ കാണുന്ന വർഗീയത ഇല്ല. മലബാറിൽ ആഘോഷം ഉണ്ടാവുന്നതിനാൽ നിലമ്പൂരിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മാറാൻ CPM അണിയുന്ന വേഷമാണ് ഈ വർഗീയത. എല്ലാം വർഗീയമാണ്. ഓരോന്നിൻ്റെയും മേലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു അവധി സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. സാധാരണ രീതിയിൽ ഇന്നായിരുന്നു വേണ്ടത്, ഇന്നല്ല നാളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തേത് മാറ്റി നാളത്തേക്കാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മേലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എന്നാൽ ഇന്നും നാളെയായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയായി. അതിലെന്താ പിന്നെ വേറെ പ്രശ്നമുള്ളത്? വെറുതെ അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വിഷമാണ്. ഈ വിഷവും കൊണ്ട് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അത് ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിൻ്റെ വിഷമാണ്, വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിൻ്റെ വിഷമാണ്. ഈ 2 വിഷവും കൊണ്ട് നടക്കുന്നവർ ജനങ്ങൾ രക്ഷപ്പെടും കേട്ടോ. നിങ്ങൾ ഈ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടും. ഞങ്ങൾക്ക് ആരെ ഭയക്കേണ്ട കാര്യമുള്ളത്? സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രശ്നം വന്നു. ഇന്നാണല്ലോ യഥാർത്ഥത്തിൽ അവധി അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കലണ്ടർ അവധിയല്ല, ശരിയായ അവധി വേണ്ടത് നാളെയാണ്. അപ്പോൾ ഇന്നും നാളെ അവധി അതിനെന്ത് കുഴപ്പം? എന്നിട്ട് ആദ്യം പറ്റില്ലല്ലോ. അതെങ്ങനെ ചിന്തിക്കരുത്? നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇന്നലെ രാവിലെ തന്നെയാണ്. നിങ്ങളെല്ലാം ഉണ്ടല്ലോ, ഈ ദേഷ്യമല്ലേ? വിഷം അധികം കളക്കണ്ട. MV ഗോവിന്ദന്റെ വാക്കുകളിൽ വർഗീയത എത്രത്തോളം CPM പുലർത്തുന്നുണ്ട് എന്ന് വ്യക്തമാണ്. INL പോലും LDFനെതിരെ വന്നപ്പോഴാണ് രംഗം മാറിയത്. കോൺഗ്രസും ലീഗും രംഗത്തെത്തിയതിനെ വളച്ചൊടിച്ചും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുമാണ് നിലവിൽ A വിജയരാഘവൻ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും തെറ്റിയതും പറ്റിയതും പ്രശ്നമാണ്. LDF അത് അംഗീകരിച്ചിട്ടില്ല. എല്ലാറ്റിനെയും മതവൽക്കരിക്കുക എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് UDF അങ്ങനെ ഒരു പ്രചാരവേല നടത്തുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്തരം കലണ്ടറുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. നേരത്തെ ഈ നമ്മുടെ വാർഷിക കലണ്ടർ വരുമ്പോൾ
ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഡേറ്റുകൾ മാറും സാധാരണ. ഇത് ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മാനത്ത് ചന്ദ്രനെ കാണുമ്പോഴാണ് ഈ മറ്റേ റംസാൻ്റെ ഡേറ്റ് വരിക. അതതിൻ്റെ മതപണ്ഡിതന്മാർ പ്രഖ്യാപിക്കുമ്പോഴാണ് റംസാനായിട്ട് അംഗീകരിക്കപ്പെട്ട് ആഘോഷിക്കപ്പെടുക. അതിനെ കണക്കാക്കിയിട്ട് പിന്നീടാണ് അതിൻ്റെ തുടർച്ചയിലാണ് ബക്രീദ് വരിക. ഇപ്പോൾ ബക്രീദ് ഇപ്പോൾ പല സ്ഥലത്ത് പല ദിവസങ്ങളായിരിക്കും. ഇന്നാണ് വിദേശത്ത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് ബക്രീദാണ്. അപ്പോൾ ഇനി നമ്മളത് വരുന്നു, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ അതാത് പ്രദേശത്തെ ദിവസം നോക്കി അത് ആഘോഷിക്കുക. ആ നിലയിലാണ് കേരളത്തിലെ 7-ാം തീയതിയാണ്. 7-ാം തീയതി അവധിയാക്കുകയാണ്. അപ്പോൾ 6 പ്രഖ്യാപിച്ചത് 7 അത്രയേ ഉള്ളൂ. അപ്പോൾ അവധിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. അതേസമയം വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ്, അവർക്കും കൂടി നേരത്തെ ഉണ്ടാക്കിയ കലണ്ടറാണ്. ആ കലണ്ടറിൽ വ്യത്യാസപ്പെടുത്തി അവർക്ക് കൂടി അവധി കൊടുക്കുക. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുറന്ന സമീപനമാണ്. ഗവൺമെൻറ് കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും അവധി കൊടുത്തു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കത്തിൻ്റെയോ വിമർശനത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഒന്നും പ്രശ്നം വരുന്നില്ല. ആർക്കും വിഷമമില്ലാത്തൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും വളരെ സാഹ്ലാദം ഈ ബക്രീദ് ആഘോഷിക്കുക. ഞങ്ങളാണ് ചില ബക്രീദ് ആശംസകൾ എല്ലാവർക്കും നേർന്നിരിക്കുക. കാർഡും കൊടുത്തിട്ടുണ്ട്. അല്ല, പ്രതിപക്ഷം അങ്ങനെയൊക്കെ പറയണ്ടേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷം അങ്ങനെ എൻ്റെ അറിവിലില്ല. ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം എൻ്റെ അറിവിലൂടെ തന്നെ ആവണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ പ്രതിപക്ഷം പറയുന്നതിന് എപ്പോഴും എന്തായിരിക്കും, ഒരു പ്രതിപക്ഷമാവണമല്ലോ. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നതിനെതിരായി പറയുന്ന പക്ഷം എന്നാണ് എൻ്റെ മലയാളം. അപ്പോൾ അതവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനോട് ബേജാറായിട്ട കാര്യമില്ല.